ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാനും അച്ചു മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ അമ്മയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് ഏകദേശം 1.5 ആഴ്ചയായി. നാളെ തിരിച്ചു പോവും. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊരു ടൈമൊക്കെ കിട്ടിയത്. ഒത്തിരി ദിവസമായില്ലേ ഞങ്ങൾ എൻ്റെ ഗാർഡനൊക്കെ കണ്ടോ ഈ ഒരു ചെടിയിൽ ഒരു ചെറിയ രീതിയിൽ പൂവൊക്കെ വരാനായിട്ട് തുടങ്ങി കേട്ടോ. അമ്മ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം പോകുന്ന ഈ ഒരു സെക്ഷനിലോട്ടാണ്. എന്നിട്ട് പിന്നെ എല്ലാ ചെടികളിലും ഒന്ന് നോക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് കിളിച്ചിട്ടുണ്ടോ, വാടിയിട്ടുണ്ടോ എന്നൊക്കെ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് അങ്ങോട്ട് തുടങ്ങണ്ടേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം കോഫി അങ്ങോട്ട് ഉണ്ടാക്കാം. പിന്നെ ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം കോഫിയും ബിസ്ക്കറ്റുമാണ് അവർക്ക് സെർവ് ചെയ്ത് കൊടുത്തത്. ഞാൻ പറഞ്ഞു ഇതാണ് ഇന്നത്തെ സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ് പതുക്കെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. മെയിൻ കോഴ്സ് എന്തോ ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ എന്തായിരിക്കും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതെന്ന് ഓർത്തുകൊണ്ട്. അപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞ് അങ്ങോട്ട് വൈപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിക്കാവേ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി കാണും. ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. നേരത്തെ ഗീ റോസ്റ്റും പിന്നെ പ്രോൺസ് ദോശയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മസാല ദോശ ഒത്തിരി നാളെ കേട്ടോ ഉണ്ടാക്കിയിട്ട്. പിന്നെ അമ്മയും കൂടെ ഉള്ളതല്ലേ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് പിടിച്ചത്. പിന്നെ മസാല ദോശ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഞാൻ ആക്കിയത്. അങ്ങനെ ഞാൻ ഇന്ന് മസാല ദോശ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്കും മമ്മിയും അവിടെ മസാല ദോശയാണ് വെച്ചത്. അങ്ങനെ എന്താല്ലേ ഒരു മനപ്പുറത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു മനപ്പുറത്ത് ആദ്യമായിട്ടാണ് കേട്ടോ. വെരി ഗുഡ് മസാല ദോശ. അച്ചു സൂപ്പർ 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 സൂപ്പർ. അങ്ങനെ രാവിലത്തെ ഒരു അടിപൊളി മസാല ദോശക്കൊക്കെ അങ്ങോട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറൊക്കെ വെക്കണം. അങ്ങനെ അരി ഞാൻ കുക്കറിനകത്ത് ഇട്ടു. എന്നിട്ട് പിന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് അലക്കിയിടാനായിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജനുവരി തൊട്ട് ജേർണലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മൂഡ് കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ ഒരു വാഷി ടേപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വാഷി ടേപ്പിന് ഒരു ചെറിയ രീതിയിൽ ഒരു ഓർഗനൈസറൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ഇരുന്നത്. എന്നിട്ട് പിന്നെ തെമൂന്ന് ഞാൻ ഈ ജേർണലിംഗ് സ്റ്റിക്കേഴ്സൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. കാരണം എനിക്ക് ജേർണലിംഗ് ചെയ്യാനുള്ള ആ ഒരു ഇത് കൂടിയതുകൊണ്ട് എനിക്ക് മറ്റ് സ്റ്റിക്കേഴ്സൊക്കെ വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ തെമൂന്ന് അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തത്. അങ്ങനെ അതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത ജേർണലിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ നവംബറിൽ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് നമ്മൾ ജേർണലിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നത്. പക്ഷെ അന്ന് തൊട്ട് പിന്നെ അങ്ങോട്ട് നടന്നൊന്നുമില്ല. അങ്ങനെ ഈ വർഷം തൊട്ടാണ് ഞാനൊന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയത്. ചിലതൊക്കെ കോട്ട്സാണ് കേട്ടോ, ചിലതൊക്കെ ഇങ്ങനെ മറ്റ് തിങ്സ് ടു റിമെമ്പർ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സെൽഫ് കെയർ അങ്ങനത്തെ ഒക്കെ ഉള്ള രീതിയിലൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. എൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. പിന്നെ ജേർണലിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ വരുന്ന പോലെയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ജേർണലിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മിക്ക സമയത്തും ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആ ഒരു ടൈം എൻ്റെ അങ്ങ് കുറയുവാണ് കേട്ടോ. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് കൂടുതൽ ഈ മൊബൈൽ നോക്കിയിരിക്കുന്നതായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഈ ജേർണലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ആ നോക്കിയിരിക്കുന്ന ടൈമും കൂടി കുറഞ്ഞു കിട്ടും. തെമൂന്ന് മേടിച്ച ആ ഒരു ജേർണൽ സ്റ്റിക്കർ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ജേർണൽ ചെയ്തിട്ടുണ്ട്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ് വെച്ചിട്ടാണ് ആ ഒരു ജേർണൽ ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലഞ്ച് ടൈമായി. അങ്ങനെ ചോറും ചിക്കനും ബീട്രൂട്ട് തോരനും പിന്നെ ഒരു ചെറിയ രീതിയിൽ ചമ്മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പരിപ്പൂർ കൂട്ടിയിട്ട് ഒരു അടിപൊളി ലഞ്ചും കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മീനും സ്ക്വിഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കരിമീനാണ്. അപ്പോൾ കരിമീൻ നമ്മൾ ഓർഡർ ചെയ്ത് ആദ്യമായിട്ടാണ് കരിമീൻ മേടിക്കുന്നത്. ക്ലീൻഡ് ആയിരുന്നു നമ്മളെല്ലാം മേടിച്ചത്. കാരണം എനിക്ക് ക്ലീൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു നമ്മൾ ക്ലീൻഡൊക്കെ മേടിച്ചത്. സ്ക്വിഡ് ആണെങ്കിൽ ഒരു വലിയ സൈസിൽ സ്ക്വിഡൊക്കെയാണ് കേട്ടോ വന്നത്. അതും ക്ലീൻഡ് ആയിരുന്നു. അങ്ങനെ രണ്ട് പാത്രത്തിലാക്കിയാണ് വെച്ചേക്കുന്നത്. കരിമീൻ ആദ്യം എടുക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. സ്ക്വിഡ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ടെൻഡർജിൽ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു വലിയ മീനൊക്കെ മേടിക്കുന്നത്. അങ്ങനെ ഇവർ നമുക്ക് കൊണ്ടുവന്നതാണ് ഈ മീനും സ്ക്വിഡും. എന്നിട്ട് പിന്നെ കരിമീനാണ് ഇപ്പോൾ എടുക്കുന്നത്. കരിമീൻ ഇന്നൊന്ന് കുറച്ച് മാരിനേറ്റ് ചെയ്തെടുത്ത് വെക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് വരഞ്ഞു കൊടുക്കണമല്ലോ. ഈ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യും ചെറിയ രീതിയിലൊന്ന് മുറിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ അതിനെ മാരിനേറ്റ് ഒക്കെ ചെയ്ത ശേഷം ഞങ്ങൾ 3 പേരും കൂടി ചെറിയ രീതിയിൽ നിന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു.
ആദ്യം പോയത് ഇന്ത്യൻ സ്റ്റോറിലാണ്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ടെസ്കോ ഉണ്ടായിരുന്നു, ടെസ്കോയിൽ പോയി. എന്നിട്ട് പിന്നെ കുറച്ചേറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു. ഇന്ന് എന്തായാലും 4 മണി പലഹാരത്തിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അപ്പം ഞാൻ ഇന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് വെട്ടേക്കാണ്. അമ്മ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കി കൊടുത്തു, പിന്നെ വെട്ടേക്ക്, എന്നിട്ട് പിന്നെ നമ്മൾ 2 പ്രാവശ്യം മുട്ട പപ്സ് ഉണ്ടാക്കിയതായിരുന്നു. മുട്ട പപ്സ് എന്നെ കൊണ്ട് 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിച്ചതാണ്, കാരണം അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ ക്രാബ് നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ക്രാബ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ അമ്മയ്ക്ക് വേണ്ടി ക്രാബ് ഒന്ന് ഉണ്ടാക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ക്രാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതൊക്കെ. ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, ക്ലീനിങ് ഞാൻ കണ്ടിട്ടില്ല. ക്ലീനിങ് ഒക്കെ ഈ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ മാരിനേഷൻ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കാണുമല്ലോ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ അതിനെ ഒരു വിധത്തിൽ ഞാൻ ക്ലീനൊക്കെ ചെയ്തെടുത്തു. ഈ ക്രാബ് ഉണ്ടാക്കുന്നതും വെട്ടേക്ക് ഉണ്ടാക്കുന്നതും ശരിക്കും സീക്രട്ട് ആയിരുന്നു കേട്ടോ. കാരണം ക്രാബ് ക്ലീനിങ്ങും ആ ഒരു ടൈമിലൊക്കെ ഞാൻ കിച്ചൺ ഡോർ അടച്ചായിരുന്നിരുന്നത്, അമ്മയ്ക്ക് ഇപ്പം ഒന്നും അറിയണ്ടെന്നുള്ള രീതിയിൽ. കാരണം ക്രാബ് ശരിക്കും പറഞ്ഞാൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പ്ലാനൊക്കെ ചെയ്തത്. വെട്ടേക്കിന് അവിടെ കുഴച്ചൊക്കെ വെച്ച് സൈഡിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഈ ക്രാബിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിനെ ചെറിയ രീതിയിൽ മാരിനേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിനെ സീക്രട്ടായിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി. ഇനിയിപ്പോൾ നമുക്ക് വെട്ടേക്ക കൊണ്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയല്ലോ. അപ്പം നേരത്തെ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കിയതിനെക്കാട്ടും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വെട്ടേക്ക ഉണ്ടാക്കിയതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ഈ പ്രാവശ്യത്തെ വെയിറ്റിംഗ് ടൈം കുറച്ച് കുറവായിരുന്നു. പിന്നെ 2 ഷേപ്പ് വേറെ രീതിയിലാണ് കേട്ടോ വന്നത്. ഒന്നൊരു റൗണ്ട് ഷേപ്പിൽ ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്ന് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം ഷേപ്പിൽ എനിക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ചൂണ്ടി കാണിക്കുന്ന ആ ഒരു ഷേപ്പാണ്. അങ്ങനെ നമുക്ക് പതുക്കെ ഇതിനെ എണ്ണയ്ക്കകത്ത് ഇടാം. ഈ പ്രാവശ്യം വലിയ രീതിയിൽ പൊങ്ങിയൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ടൈം കുറച്ച് കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ധൃതിയായിപ്പോയി വെട്ടേക്ക് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ വെട്ടേക്കൊക്കെ ഉണ്ടാക്കി. ഇതായിരുന്നു ആ കടയിൽ കിട്ടുന്ന ആ ഒരു ഷേപ്പ്. അങ്ങനെ കൂടെ നമുക്കൊരു പ്ലം കേക്ക് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 മണിക്ക് കഴിക്കേണ്ട സാധനം ശരിക്കും നമ്മൾ കഴിക്കുന്നത് 7 മണിക്കാണ് കേട്ടോ. അങ്ങനെ 7 മണിക്ക് അതും കഴിച്ച് ഒരു ചായയും കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പതുക്കെ ഒരു 10 മണിക്ക് ആയപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് കയറി കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണ്ടേ. അങ്ങനെ നേരം വെളുത്ത് രാവിലെയായി. ഇനിയിപ്പം ഇന്ന് ക്രാബിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അച്ചുവാണ് കേട്ടോ. ക്രാബിനോട് നമ്മൾ ആദ്യം കഴിക്കുന്നത് ബ്രെഡാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് ക്രാബും പിന്നെ പാൽക്കപ്പയായിരുന്നു. പക്ഷെ പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് എനിക്ക് വലിയ മൂടൊന്നും രാവിലെ വന്നില്ല. അങ്ങനെ ബ്രെഡും ക്രാബും കൂടെ ആക്കാമെന്ന് വെച്ചാൽ, കാരണം ബ്രെഡ് എന്തായാലും 2-3 ബ്രെഡുകളേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും തീർക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പതിവ് പോലെ എൻ്റെ സ്പെഷ്യൽ കോഫി. ഇന്ന് പിന്നെ കുറച്ച് ലഞ്ചിലുള്ള കാര്യങ്ങളും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, കാരണം മീനൊക്കെ വറുക്കണമല്ലോ. പിന്നെ അതുമാത്രമല്ല, ഇന്നാണ് അമ്മ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും മാസം അമ്മ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ആകെ 1.5 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ തിരിച്ചിപ്പോൾ ചേട്ടൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ക്രാബും മീൻ വറുത്തതൊക്കെ ഒന്ന് സ്പെഷ്യലാക്കി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രാബൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ക്രാബ് കഴിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ക്രാബ് കഴിക്കണമെന്നുള്ള കൊതിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നേ വരെ ക്രാബ് അങ്ങനെ മേടിക്കാതിരുന്നത്. പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ അത് കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ അതൊന്ന് മേടിച്ചത്. അപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ടൈമിൽ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോളിലാണെങ്കിൽ നമ്മൾ മറ്റേ ആ ഒരു സെൻറ്റും കൂടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം നല്ല മണമൊക്കെ വരുമല്ലോ. ഞാൻ എപ്പോഴൊക്കെ മീൻ വറുത്താലും ക്യാൻഡിലും കാര്യങ്ങളൊക്കെ കത്തിച്ചേക്കാറുണ്ട്. കാരണം എനിക്ക് ആ മീനിൻ്റെ സ്മെല്ല് ഈ വീട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സാധനം ഇങ്ങനെ കത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഫൗണ്ടൈൻ പോലെ ഇങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് വരത്തില്ലേ, നല്ല രസമല്ലേ അത് കാണാനായിട്ട്. അങ്ങനെ അത് സൈഡിൽ ക്രാബൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പാൽക്കപ്പ ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം പാൽക്കപ്പ ഉണ്ടാക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിയത്തില്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ സീക്രട്ടാക്കിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ പാൽക്കപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി ഏകദേശം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഉള്ളി അങ്ങോട്ട് വരട്ടിയെടുത്താൽ മതി. തലേ ദിവസം തന്നെ ഞങ്ങൾ ചേട്ടയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ചിൻ്റെ ഒക്കെ ടൈം ആകുമ്പോൾ വന്നാൽ മതി എന്നുള്ളത്. പിന്നെ ചേട്ടയ്ക്കറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും എന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ആ ഒരു ലഞ്ചിനൊക്കെ ടൈം ആയപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ മീനൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയായിരുന്നു ഇരുന്നത്. അമ്മ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ അമ്മ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അമ്മയ്ക്ക് കിട്ടുന്നത്. കാരണം ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ അമ്മയ്ക്ക് ഇന്ന് വരെ ഫുഡുകളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എനിക്കങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഇത് വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് അമ്മ എൻ്റെ ഫുഡൊക്കെ തിന്നുന്നത്. പിന്നെ ചേട്ടയും ചേച്ചിയൊക്കെ നേരത്തെ തിന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ അറിയുന്നതിന് മുന്നേ തന്നെ അവർ തിന്ന് നോക്കിയിട്ടുണ്ട്. വന്നിട്ടില്ല എന്നാ പറഞ്ഞോ, ലൈവാ പറഞ്ഞു.
അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു അമ്മ തിരിച്ച് ചേട്ടയുടെ വീട്ടിലോട്ട് പോയി. ഇന്നത്തെ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നാളെ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയന്റെ സൈനിങ് ഔട്ട്.